കാവി നിറമുള്ള പ്ലേഗ്. ലേഖകൻ എ.വി. അനിൽകുമാർ. ശാസ്ത്രമനോഭാവത്തിനെതിരായ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആക്രമണങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ്. സാങ്കൽപ്പിക സാങ്കേതിക നേട്ടങ്ങളെക്കുറിച്ചുള്ള അശാസ്ത്രീയ അവകാശവാദങ്ങളും പുരാതന വിജ്ഞാനം സംബന്ധിച്ച് അതിശയോക്തിപരമായ ആശയങ്ങളും ഉന്നയിച്ച് അന്ധവിശ്വാസജടിലമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിലെ ഉയർന്ന ശാസ്ത്രജ്ഞർ കപടശാസ്ത്രം പ്രചരിപ്പിക്കുന്നത് ഹിന്ദുത്വ പദ്ധതിയുടെ ഭാഗമായ പാഠ്യപദ്ധതി അട്ടിമറി, ചരിത്രം മാറ്റിയെഴുതൽ, കപടശാസ്ത്രത്തിന്റെ വ്യവസ്ഥാപിത വ്യാപനം എന്നിവയുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാതന ഹിന്ദു മേധാവിത്വത്തെക്കുറിച്ചുള്ള ആശയം ജനമനസ്സിൽ വളർത്തുകയെന്ന ഒറ്റ ലക്ഷ്യമാണവയ്ക്ക്. ലോകത്തിലെ മറ്റെല്ലാ നാഗരികതകളെക്കാളും വേദകാല ഇന്ത്യ വളരെ പുരോഗമിച്ചതായിരുന്നെന്നും പുരാതന ഹിന്ദു നാഗരികതയിൽ നിന്നാണ് മറ്റുള്ളവ ഉരുത്തിരിഞ്ഞതെന്നും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. 2014 മോദി പ്രധാനമന്ത്രിയായതോടെ ശക്തി പ്രാപിച്ച അബദ്ധജടിലങ്ങളായ ഇത്തരം പ്രചാരണങ്ങൾ തുറന്നുകാട്ടാൻ മാധ്യമങ്ങൾക്ക് വിമുഖതയാണ്. ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറിയോ? പുരാതന ഇന്ത്യക്കാർക്ക് പ്ലാസ്റ്റിക് സർജറിയുടെ ശാസ്ത്രം അറിയാമായിരുന്നുവെന്ന് അവകാശപ്പെട്ട് മോദി തന്നെ രംഗത്തെത്തി. ആനയുടെ തലയുള്ള ഹിന്ദുദേവനായ ഗണപതിയുടെ തല ഉദാഹരണ തെളിവായി ഉദ്ധരിക്കുകയും ചെയ്തു. പുരാതന ഇന്ത്യൻ ജ്യോതിഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആധുനിക ശാസ്ത്രം ഒന്നുമല്ലെന്നും ഇന്റർനെറ്റും ഉപഗ്രഹങ്ങളും ഇവിടെ നിലനിന്നിരുന്നുവെന്നും അവകാശപ്പെടുകയും ചെയ്തു. IIT-കൾ പോലും അശാസ്ത്രീയമായ ആശയങ്ങൾ പ്രചരിപ്പിച്ച് പരിഹാസ്യമായി. ജ്യോതിഷം അടക്കമുള്ള കപടശാസ്ത്രങ്ങൾ സ്കൂൾ കോളേജ് സിലബസുകളിൽ ഉൾപ്പെടുത്തിയത് മറ്റൊരു ദുരന്തം. ഉന്നത വിദ്യാഭ്യാസത്തിൽ പരമ്പരാഗത വിജ്ഞാന സംവിധാനങ്ങളെക്കുറിച്ചുള്ള നിർബന്ധിത കോഴ്സുകൾ അവതരിപ്പിക്കുന്നു. പുരാതന ഇന്ത്യൻ അറിവിൻ്റെ വികലമായ വിവരണങ്ങളാണ് അവയിൽ. അത്തരം കോഴ്സുകൾ വേദസംസ്കൃത പാരമ്പര്യത്തെ മാത്രം മഹത്വപ്പെടുത്തുന്നു. അത് മറ്റ് സാംസ്കാരിക ധാരകളെ അവഗണിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രധാന മാധ്യമവും തയ്യാറല്ല. പശുപൂജയുടെ രാഷ്ട്രീയവും അന്ധവിശ്വാസങ്ങളും. പശുപൂജയും ഗോസംരക്ഷണവും അവയുമായി കണ്ണിചേർക്കപ്പെട്ട ഹിംസാത്മക രാഷ്ട്രീയവും അന്യവൽക്കരണ ത്വരയും ശത്രുരൂപീകരണവും ഏറെ ഭയാനകമാണിന്ന്. ആഴത്തിൽ വേരൂന്നിയതാണ് പശുവിൻ്റെ വിശുദ്ധിയെന്നും അവയെ സംരക്ഷിക്കലും പരിപാലിക്കലും മതകടമയാണെന്നും പലരെയും വിശ്വസിപ്പിച്ചു. പശുമാംസം ഭക്ഷിക്കുന്നത് പാപമാണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. തീവ്ര ഹിന്ദു വിഭാഗങ്ങൾക്ക് പശു ഉൽപ്പന്നങ്ങൾ എല്ലാത്തിനുമുള്ള പരിഹാരമാണ്. അതിൻ്റെ മൂത്രം ക്യാൻസർ ഭേദമാക്കുമെന്ന് ഒരു മന്ത്രിയാണ് ആദ്യം അവകാശപ്പെട്ടത്. മറ്റൊരാളുടെ വീക്ഷണം തദ്ദേശീയ ഇന്ത്യൻ പശുവിൻ പാലിൽ സ്വർണം അടങ്ങിയതിനാലാണ് മഞ്ഞ നിറമെന്നാണ്. സോറിയാസിസ്, ത്വക്കുരോഗങ്ങൾ, എക്സിമ, ആർത്രൈറ്റിസ്, വീക്കം, കുഷ്ഠം തുടങ്ങിയവ പശുവിൻ പാൽ, ചാണകം, മൂത്രം എന്നിവ ഉപയോഗിച്ച് ചികിത്സിക്കാമെന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനം തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. കോവിഡിന് ശേഷം ആരോഗ്യത്തിനും രോഗശാന്തിക്കും ഗോമൂത്രവും ഉപയോഗിച്ചു. ചാണക തെറാപ്പി എന്ന ബ്രാൻഡിൽ ഗോമൂത്രവും ചാണകവും വിൽക്കാനും തുടങ്ങി. അങ്ങനെ അതിവേഗം വളരുന്ന ബദൽ വൈദ്യശാസ്ത്ര ബിസിനസ്സായി. അവയ്ക്കൊന്നും ശാസ്ത്രീയ പശ്ചാത്തലമില്ല. എന്നാൽ ഈ ഉത്പന്നങ്ങൾ പുരട്ടുന്നതോ കഴിക്കുന്നതോ കാര്യമായ ആരോഗ്യ അപകടങ്ങൾ ക്ഷണിച്ചുവരുത്തും. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗങ്ങൾ പടരാനും കാരണമായേക്കാം. ചാണകത്തിൽ മ്യൂക്കോമൈസൈറ്റുകൾ ഉണ്ട്. അതിനാൽ മഹാമാരിയുടെ 2ാം തരംഗത്തിനിടെ പടർന്ന കറുത്ത ഫംഗസ് ബാധയും ചാണക ഉപയോഗവും തമ്മിൽ ബന്ധമുണ്ടെന്ന് വിദഗ്ധർ സംശയിച്ചു. ഇത്തരം പതനങ്ങൾ വിളിച്ചുപറയാൻ നിരുത്തരവാദ മാധ്യമങ്ങളെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പാദപൂജയെ ഗവർണർ ന്യായീകരിക്കുമ്പോൾ. പാദസേവയെന്നത് മുതലാളിത്ത സംജ്ഞയാണ്. എന്നാൽ ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ അതിനും പിറകിൽ പാദപൂജയുടെ നിത്യകർമ്മങ്ങളിലാണ് അടയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികളെക്കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ചത് പരിശോധിക്കേണ്ടത്. സമൂഹമാധ്യമങ്ങളിലും ഔദ്യോഗിക പേജുകളിലും ഫോട്ടോകളും വീഡിയോകളും പ്രചരിപ്പിക്കുകയുമുണ്ടായി. വിവാദമായതോടെ അവ ഒഴിവാക്കി. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക സ്കൂളിൽ 101 അധ്യാപകരുടെ കാൽ
പാലും പനിനീരും വെള്ളവും കൊണ്ട് കഴുകിച്ച് സിന്ദൂരം, ചന്ദനം, പൂക്കൾ എന്നിവ അണിയിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. അവ കുട്ടികൾ വീട്ടിൽ നിന്ന് എത്തിക്കുകയായിരുന്നു. ഗുരുപൂർണിമ ദിനത്തിൽ വിവിധ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ പാദപൂജ നടത്തിയതിൽ അസ്വാഭാവികത കാണാത്ത ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ചെയ്തതിൽ തെറ്റില്ലെന്നും ചിലർ എതിർക്കുകയാണെന്നും അത് സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും പ്രഖ്യാപിച്ചു. ബാലഗോകുലത്തിൻ്റെ പരിപാടിയിലായിരുന്നു ന്യായീകരണം. ഗുരുപൂജയെ എതിർക്കുന്നത് കുട്ടികളെ പൈതൃകം പഠിപ്പിക്കാത്തവരാണ്. സനാതനധർമ്മവും പൂജയും സംസ്കാരവും അറിയുന്നതിൽ എന്താണ് തെറ്റ്? ഗുരുവിനെ ആദരിക്കുകയല്ലേ വേണ്ടത്? അത് രാജ്യത്തിൻ്റെ സംസ്കാരവും പൈതൃകവുമാണെന്ന് കൂട്ടിച്ചേർത്തു. ശശികല ഒഴുക്കിയ വിഷലാവകൾ. ഹിന്ദു ഐക്യവേദി രക്ഷാധികാരിയും കാവിപ്പടയുടെ വിഷനാവുമായ കെ.പി. ശശികല പതിവ് പോലെ എല്ലാ പ്രാകൃതത്വവും അപരവിദ്വേഷവും പുറത്തെടുത്തു. ഗുരുപൂജ അപരാധം, സുന്നത്ത് നടത്തി 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് മതാചാരമെന്നത് ആർക്കും സഹിക്കാനാവില്ല. വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഗുരുപൂജയെ വിമർശിക്കുന്നു. പുതുതലമുറയ്ക്ക് കുറച്ച് മൂല്യബോധമുണ്ടാകാൻ ഉപദേശങ്ങളിലൂടെ കഴിയില്ല. അതിനപ്പുറം അനുഭവങ്ങൾ കൈമാറാനാണ് വിരമിച്ച അധ്യാപകർക്ക് പാദപൂജ ചെയ്തത്. വിമർശിക്കുന്നവർക്ക് എന്തറിയാം? ഗുരുപൂജ ഇനിയും നടത്തും. ആര് എന്തൊക്കെ ബഹളം കൂട്ടിയാലും അതൊരു മഹോത്സവമാക്കും എന്നിങ്ങനെ ക്രൗര്യം പൂണ്ടു ശശികല. വിദ്യാർത്ഥികളിൽ വിധേയത്വം അടിച്ചേൽപ്പിക്കുകയും അടിമ മനോഭാവം വളർത്തുകയും ചെയ്യാനുദ്ദേശിച്ചുള്ള ഒരു നീക്കത്തോടും മതനിരപേക്ഷവാദികൾക്ക് യോജിക്കാനാവില്ല. വിദ്യാഭ്യാസം ശാസ്ത്രീയ കാഴ്ചപ്പാടും യുക്തിബോധവും പുരോഗമന ചിന്തയും വളർത്താനാണ് ലക്ഷ്യമിടേണ്ടത്. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യങ്ങളുടെ നടുവിൽ അക്ഷരങ്ങളുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ട കെട്ടകാലത്തെ പോരാട്ടങ്ങൾ എത്തിച്ച അവകാശമാണ് വിദ്യാഭ്യാസം. വരേണ്യ മനോഭാവത്തിന് അടിയറ വെച്ചാൽ അതിൻ്റെ അടിത്തറ തന്നെ ശിഥിലമാവും. ഏത് മുഖം മൂടി അണിഞ്ഞാലും പാദപൂജയും പാദസേവയും ഹീനവും ആധുനിക ബോധ്യങ്ങൾക്കും യുക്തിയുടെ വീക്ഷണങ്ങൾക്കും ഏറ്റെടുക്കാൻ ആവാത്തതുമാണ്. വിറകുവെട്ടലും വെള്ളം കോരലും കന്നുകാലികളെ മേയ്ക്കലും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങലുമടക്കം ഒരുതരം അടിമപ്പണി ചെയ്ത് ഗുരുഭവനത്തിൽ തങ്ങി പഠിച്ച സമ്പ്രദായം എത്രയോ പഴക്കമുള്ളതാണ്. ഗുരുവിൻ്റെ വ്യക്തിധനമായ അത് നേടാൻ ശിഷ്യർക്ക് വിധേയത്വം അനിവാര്യവുമായിരുന്നു. പല തൊഴിലുകളിൽ ഒന്നു മാത്രമായ അധ്യാപനത്തെ അത്യുക്തികളാൽ സ്ഥാനപ്പെടുത്തുന്നത് ആധുനിക സമൂഹങ്ങൾക്ക് അഭികാമ്യമല്ല. അധ്യാപകരെ സിംഹാസനങ്ങളിൽ ഉപവിഷ്ടരാക്കി പൂവുകളും പുണ്യാഹജലവും സമർപ്പിച്ച് കുട്ടികളെക്കൊണ്ട് കാലുകഴുകിപ്പിച്ച് പൂജ നടത്തിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ദുരാചാരം തന്നെ. ഇക്കാര്യങ്ങൾക്ക് പാരമ്പര്യ സംരക്ഷണത്തിൻ്റെ മറവിൽ ചില മാധ്യമങ്ങളും പൂവിട്ടു. RSS ജ്ഞാനസഭയിൽ 4 വൈസ് ചാൻസലർമാരും. 2025 ജൂലൈ 27 എറണാകുളത്ത് മുഖ്യ സർസംഘചാലക് മോഹൻ ഭഗവത് പങ്കെടുക്കുകയും നിയന്ത്രിക്കുകയും ചെയ്ത RSS വിദ്യാഭ്യാസ വിഭാഗമായ ശിക്ഷാ സംസ്കൃതി ഉത്ഥാൻ ന്യാസ് SSUN നേതൃത്വം നൽകിയ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനമായ ജ്ഞാനസഭയിൽ സംസ്ഥാനത്തെ 4 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് മതനിരപേക്ഷ സമൂഹത്തെ ഞെട്ടിച്ച പൊറുക്കാനാവാത്ത അപരാധമാണ്. കേരള VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, കാലിക്കറ്റ് VC പ്രൊഫസർ P. രവീന്ദ്രൻ, കണ്ണൂർ VC പ്രൊഫസർ KK സജു, ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി കുഫോസ് VC പ്രൊഫസർ A. ബിജുകുമാർ എന്നിവരാണ് പദവിക്ക് നിരക്കാത്ത വിധേയത്വം കാണിച്ചത്. കേരളത്തിലുടനീളമുള്ള സർവകലാശാലകളിലെ നിരവധി ഫാക്കൽറ്റി അംഗങ്ങളും സ്വകാര്യ മാനേജ്മെൻറ്റ് കോളേജുകളുടെ പ്രതിനിധികളും സെഷനുകളിൽ പങ്കെടുത്തു. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ സെക്രട്ടറി ജനറലും ശിക്ഷാ സംസ്കൃതി ഉത്ഥാൻ ന്യാസിൻ്റെ ചെയർപേഴ്സണുമായ ഡോക്ടർ പങ്കജ് മിത്തൽ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE ചെയർമാൻ പ്രൊഫസർ TG സീതാറാം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഭാരതീയ ഗ്യാൻ പരമ്പര IKS ഡിവിഷൻ ദേശീയ കോർഡിനേറ്റർ പ്രൊഫസർ ഗാന്ധി S. മൂർത്തി തുടങ്ങിയവരും അതിഥികളായെത്തി. SSUN കേരളത്തിലൊരു ദേശീയ സമ്മേളനം നടത്തുന്നത് ആദ്യമായാണ്. SSUN ദേശീയ സെക്രട്ടറി ഡോക്ടർ അതുൽ കോത്താരി ഈ വർഷത്തെ പരിപാടിക്ക് കേരളം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം വിശദീകരിച്ചത് ഇങ്ങനെ:
സാധാരണ ഇത്തരം പരിപാടികൾ ദില്ലിയിലാണ് നടത്താറുള്ളത്. പക്ഷേ ഇത്തവണ ശങ്കരാചാര്യരുടെ ജന്മനാടായതിനാലാണ് കേരളം തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ കാലടിയിലാണ് പരിപാടികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമിയുടെയും ജന്മസ്ഥലം കൂടിയാണിത്. കൊച്ചി ഇടപ്പള്ളിയിലെ അമൃത മെഡിക്കൽ കോളേജ്, SSUN, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, അമൃത വിദ്യാപീഠം എന്നിവ സംയുക്തമായാണ് പരിപാടി ഏറ്റെടുത്തത്. കർസേവകരുടെ പരിശീലന ശാഖ. സംഘപരിവാർ മുറുകെ പിടിക്കുന്ന സാംസ്കാരിക ദേശീയത കേരളീയ വിദ്യാഭ്യാസ രംഗത്തും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് VC-മാരുടെ നിരുത്തരവാദം പരിശോധിക്കേണ്ടത്. സംസ്ഥാനത്തെ മാനവികവും വികസിതവുമായ വിദ്യാഭ്യാസ മേഖലയെ അടിമുടി തകിടം മറിച്ച് കാവ്യബുദ്ധികേന്ദ്രം രൂപം കൊടുത്ത സമ്പ്രദായങ്ങളുടെ പരിശീലനക്കളരിയും ബൗദ്ധിക ശാഖയുമാണ് ജ്ഞാനസഭ. രാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും അടിച്ചുടച്ച് മായ്ച്ചുകളയാനുള്ള ആസൂത്രിത നീക്കങ്ങളാണ് ലക്ഷ്യം. വിദ്യാഭ്യാസ മേഖലയിലെ ഗൗരവമായ ഈ അട്ടിമറിയോട് മാധ്യമങ്ങൾക്ക് മൃദു സമീപനമാണ്. സംസ്കാരത്തെ മത ഉള്ളടക്കത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും അത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് പടർത്തി കാവ്യവൽക്കരിക്കാനും സമ്പൂർണ്ണ മേധാവിത്വത്തിനുമാണ് ഗൂഢപദ്ധതികൾ. അതിൻ്റെ കർസേവകരായി VC-മാർ യൂണിഫോം അണിഞ്ഞ് ജനാധിപത്യ സമൂഹത്തോടുള്ള വെല്ലുവിളി കൂടിയാണ്. രാജ്യവികാസത്തിന് നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആധിപത്യമുള്ള കൊളോണിയൽ സ്വാധീനങ്ങൾക്ക് ബദലായി ഇന്ത്യൻ തത്വചിന്തയിൽ വേരൂന്നിയ വിദ്യാഭ്യാസ മാതൃക അത്യന്താപേക്ഷിതമാണെന്നാണ് ചടങ്ങിൽ സംസാരിച്ച മോഹൻ ഭഗവത് പറഞ്ഞത്. സമ്മേളനം മുഖ്യമായും 3 വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കൊളോണിയൽ സ്വാധീനത്തിൽ നിന്ന് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം വീണ്ടെടുക്കുക, വിദ്യാഭ്യാസത്തിലെ ഭാരതവൽക്കരണം, പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം. 4 ദിവസം നീണ്ട ജ്ഞാനസഭ ജൂലൈ 28-ന് അവസാനിച്ചു. 3 ദിവസത്തെ പൊതുസമ്മേളനത്തിലെ 2 സെഷനുകളിൽ മോഹൻ ഭഗവതും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസത്തിലെ ഇന്ത്യൻ കേരള കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അത്. 2020-ലെ ദേശീയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP, ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അപകോളനിവൽക്കരണത്തിലേക്കുള്ള ആദ്യപടിയെന്നാണ് ആർലേക്കർ വിശേഷിപ്പിച്ചത്. നമ്മുടെ കൈവശമുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ ഒരു കാലത്ത് ലോകത്തിൻ്റെ ഗുരു, വിശ്വഗുരു ആയിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പരിശ്രമം, ദേശീയ അറിവ് കേരളത്തിലുമെത്തിക്കാൻ. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യൻ അറിവ് ഉൾപ്പെടുത്തി കേരളത്തിന് പുതിയ സംസ്കാരം സൃഷ്ടിക്കാൻ വിജ്ഞാന സമ്മേളനം സഹായിക്കുമെന്നാണ് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് പ്രൊഫസർ ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞത്. കേരളം വിജ്ഞാനാധിഷ്ഠിത സമൂഹമാണ്, എന്നാൽ പ്രാധാന്യം മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. അതിനാൽ വിദ്യാഭ്യാസ മേഖലയിലെ ആ സ്ഥാനം വീണ്ടെടുക്കാൻ ഇന്ത്യൻ വിജ്ഞാനത്തിൻ്റെ, ഭാരതവിജ്ഞാനം പ്രാധാന്യം സംസ്ഥാനം തിരിച്ചറിയണം. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ആദ്യപടിയാണ് വിജ്ഞാന സമ്മേളനമെന്നും കൂട്ടിച്ചേർത്തു. 100 വർഷമായി RSS ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. അത് നിരോധിത സംഘടനയല്ല. ദേശീയത വളർത്തുന്നതിന് അവർ പ്രവർത്തിക്കുന്നു. രാജ്യത്തെ വിശ്വഗുരുവായി സ്ഥാപിക്കാൻ ശ്രമിക്കുകയുമാണ്. അതുവഴി ലോകക്ഷേമത്തിന് പ്രവർത്തിക്കാൻ ലക്ഷ്യമിടുന്നു. വൈസ് ചാൻസലർമാർ സംഘടനയുടെ പരിപാടികളിൽ എന്തുകൊണ്ട് പങ്കെടുക്കരുതെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഇവിടെ ഒന്നും നശിപ്പിക്കില്ല. ഡോക്ടർ ശിവപ്രസാദിൻ്റെ വാദങ്ങൾ കാടുകയറി. രാജ്യത്തും രാഷ്ട്രീയ ശരീരത്തിലും ചരിത്രത്തിലും സംസ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും പടർന്നുകൊണ്ടിരിക്കുന്ന മാരകരോഗമായ കാവിനിറമുള്ള പ്ലേഗിനെ ഒരു ചെറു തുമ്മൽ പോലുമായി കാണാത്ത മാധ്യമ അലംഭാവവും നിസ്സാരമല്ല.